തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. 14 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ പല കണക്കുകൾ വരുമ്പോഴും LDF തന്നെയാണ് ഇപ്പോഴും അപ്പർ ഹാൻഡ് നിൽക്കുന്നത്. ഒരു 7-8 സീറ്റ് LDF പിടിച്ചേക്കാം. ഒരു 2-3 സീറ്റ് മാത്രമായിരിക്കും UDF പിടിക്കുന്നത്. പ്രത്യേകിച്ച് കോവളത്ത് ആൾറെഡി ഉണ്ട്. അതിന് ജയിക്കുമോ നമുക്കറിയില്ല. വിൻസെൻറ്റ്, കാരണം ആൾറെഡി ഒരു മണ്ഡലം കോവള അവരിലുണ്ട്. ജയിക്കുമോ എന്നുള്ള, കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളും ചെറിയ ആളല്ല. ഫഹദ് റൂഫസ് എന്ന് പറയുന്ന വളരെ ശക്തനായ ചെറുപ്പക്കാരനാണ്, വളരെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. പിന്നെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു റൂഫസ് ഡാനിയൽ. അങ്ങനെ വലിയ ബന്ധങ്ങളുള്ള, സാമുദായികമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ് ഈ ഫഹദ് റൂഫസ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ വലിയ ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാര്യം, NDA സംബന്ധിച്ചിടത്തോളം 3-4 സീറ്റുകൾ തിരുവനന്തപുരത്ത് വളരെ ക്രൂഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് മത്സരമാണ്. ഈ ടൈറ്റ് മത്സരം നടന്നാൽ പിന്നെ അവിടെ റിസൾട്ട് എന്ത് എന്നുള്ളതിന് ചോദ്യം പ്രശ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വൺ വേ ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ 8 സീറ്റോ 7-8 സീറ്റ് LDF പറഞ്ഞ പോലെ 2-3 സീറ്റ് UDF പറഞ്ഞ പോലെ നമുക്കങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ വളരെ ടൈറ്റായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. നമുക്കൊരു 3-4 മണ്ഡലം ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. നേമം മണ്ഡലത്തിൻ്റെ വളരെ കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നേമ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണ് BJP ഉണ്ടാക്കിയത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി. അതുകൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവർക്കും അറിയാം. നേമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാവർക്കും രാജീവ് ചന്ദ്രശേഖരനെ അറിയാം. കാരണം ഒരു പ്രാവശ്യം വോട്ട് ചെയ്തല്ലോ അവർ. ഒരു പ്രാവശ്യം അവർ പോയി വോട്ട് ചെയ്ത ആളല്ലേ. അപ്പോൾ പുതിയ ആളല്ല. അല്ലാതെ ഇപ്പോൾ വന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെയല്ല. 2 BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ BJPക്കാർ പാര വയ്ക്കാൻ നടക്കത്തില്ല. ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. തോൽപ്പിക്കാൻ നടന്നാൽ അവർക്ക് ഉപ്പാട് വരുമെന്നറിയാം. സംഘപരിവാറും പാര വയ്ക്കത്തില്ല. അല്ലെ പിന്നെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ പാര വയ്ക്കും. ഇത് പാര വയ്ക്കത്തില്ല. പിന്നെ പാര വെച്ചാൽ അത് മനസ്സിലാവുന്ന ഒരാളുമാണ് രാജീവ് ചന്ദ്രൻ. അയാൾ ഒരു ടെക്നോക്രാറ്റാണ്. അയാൾക്ക് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കാൻ അറിയാം. ഒരു പാവപ്പെട്ട ഒരാളല്ല അവിടെ നിൽക്കുന്നത്. ഒരു സാധാരണ ഒരു സാത്വികനായിട്ടുള്ളൊരു നേതാവൊന്നുമല്ല അവിടെ നിൽക്കുന്നത്. അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. ഇത് ആർക്കറിയാം? ഇപ്പോൾ കുമ്മനം രാജശേഖരനെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പാര വെച്ചു. പല ആളുകൾ, പല പ്രവർത്തകരും പാര വെച്ചു. ക്രോസ് വോട്ടിംഗ് ഒക്കെ നടന്നു. ഒരുപാട് UDF LDF ക്രോസ് വോട്ടിംഗ് ഒക്കെ ഒരുപാട് നടന്നു. അതൊക്കെ നടന്നാണ് കുമ്മനം രാജശേഖരൻ തോറ്റുപോയത്. പക്ഷേ അദ്ദേഹം പരാതിയൊന്നും പറഞ്ഞില്ല. അതേ ആരുടെയും എതിർക്കാനൊന്നും പോയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല, കുറച്ചുകൂടി ഷ്രൂഡാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തിൽ 10 വർഷമായി ആരുണ്ട്? അവിടെ തന്നെ ആരുണ്ട്? മുരളീധരനുണ്ട്. മുരളീധരനുണ്ട്. സകല വീടുകളിലുമുണ്ട് മുരളീധരൻ. കേരളയിലുമായി മഞ്ഞക്കുറ്റിയിട്ട കഥയുമായി ബന്ധപ്പെടുത്തി സകല വീടുകളിലും പോയിരുന്നു. മഞ്ഞക്കുറ്റി പ്രശ്നവുമായി ബന്ധപ്പെടുത്തി കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം കഴക്കൂട്ടത്തുണ്ട്. സാന്നിധ്യം കൊണ്ട് കഴക്കൂട്ടത്തെ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിരിക്കുകയാണ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ വലിയ കടുത്ത മത്സരം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. മുരളീധരനും ആളുകൾ നേരത്തെ പരിചിതനാണ്, വോട്ട് ചെയ്തിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ട് മുരളീധരനും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല അവിടെ. പിന്നെ 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശ്രീലേഖ IPS മത്സരിക്കുന്ന മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത, അവിടെയും കൗൺസിലുകൾ എടുത്താൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കൗൺസിലുകൾ എടുത്താൽ കൂടുതൽ കൗൺസിലർമാർ BJPക്കാരാണ്. കോൺഗ്രസ് 2ാമത് കോൺഗ്രസ്സാണ്, 3ാമതാണ് CPM. അതിൻ്റെ ഒരു പശ്ചാത്തലം എടുക്കുക. പിന്നെ ശ്രീലേഖ IPSന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം IPSകാരിയാണ്, വനിതയാണ്, അവരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ മേയറായില്ല അവർ. അതുകൊണ്ട് അവർ MLA ആയിക്കോട്ടെ എന്ന് ജനങ്ങൾ വിചാരിച്ചാൽ ശ്രീലേഖ IPSും അടിച്ചു കയറാം. ഇനി കരമന ജയൻ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ CP ജോണിനാണ് ഇപ്പോൾ അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ അവിടെ എന്തും സംഭവിക്കാമെന്ന് പറയാൻ കാരണം, കരമന ജയനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വലിയ ബന്ധങ്ങളുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ലാസ്റ്റിലാണ് വന്നത്. കുറേ സമയം എടുത്തു. കാര്യം CP ജോൺ പല റൗണ്ട് മുന്നോട്ട് പോയതിന് ശേഷമാണ് വന്നത്. CP ജോണിനെ ആളുകൾ കാണുന്നത് UDF വന്നാൽ CP ജോൺ ജയിച്ചാൽ മന്ത്രിയാകും, സഹകരണ വകുപ്പ് മന്ത്രി, പിന്നെ അടുത്ത MP രാഘവൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള, പിന്നെ CP ജോൺ വളരെ എല്ലാവരുമായിട്ട് നല്ല മിതഭാഷിയാണ്, ഒരു ബുദ്ധിജീവിയാണ്, അക്കാഡമീഷ്യനാണ്, പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ തിരുവനന്തപുരത്തെ ഒരു എലൈറ്റ് ഗ്രൂപ്പിനിടയിലൊക്കെ നല്ല പേരും പ്രശസ്തിയുള്ള ഒരാളാണ് CP ജോൺ. ഒരു കറപ്ഷനോ ഒന്നുമില്ലാത്ത വളരെ നല്ലൊരു ജമ്മാണ് ആൾ. നല്ല മിടുക്കനാണ്, നല്ല കഴിവുള്ള ആളാണ്. മന്ത്രിയൊക്കെ ആയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ സാധ്യതയുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് CP ജോൺ. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം, നല്ല മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പക്ഷേ മത്സരം കയറി ടൈറ്റായിട്ടുണ്ട്. വളരെ ശക്തമായൊരു മത്സരമാണ് പിന്നെ അവിടെ നടക്കുന്ന. കരമന സുധീർ എന്നൊക്കെ പറയുന്നത്
പിക്ചറിൽ മൂന്നാമതാണ്. കരമന ജയനും CP ജോണുമായിട്ടാണ് അവിടുത്തെ മത്സരം നടക്കുക. അവിടെ ക്രോസ് വോട്ടിങ്ങും മറ്റുമൊന്നും ഇല്ലെങ്കിൽ അവിടെ കരമന ജയൻ ഒരു അട്ടിമറി ജയൻ നടത്തുമോ, അതോ ഇപ്പം നിൽക്കുന്ന ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന CP ജോൺ തന്നെ പിടിക്കുമോ? ഇനി അടുത്തൊരു മണ്ഡലം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു സാധ്യത കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ ഒരു ചെറിയ പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ടുണ്ടായതാണ്. അതായത് നാഗർകോവിലിൻ്റെ അടുത്തുള്ള ഒരു മണ്ഡലത്തിൽ, അതായത് പാറശാല കഴിഞ്ഞുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാരെ നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു CSI കാൻഡിഡേറ്റാണ്. CSI കാൻഡിഡേറ്റിനെ നിർത്തിയപ്പോൾ തന്നെ നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട, കോവളം 4 മണ്ഡലങ്ങളുടെ നാടാർ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി CSI കമ്മ്യൂണിറ്റി വളരെ വലുതാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഒരു സ്പ്ലിറ്റ് മീൻസ് ഒരു വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ CSI കാൻഡിഡേറ്റിനെ തമിഴ്നാട്ടിൽ നിർത്തിയിരിക്കുന്നത്. ആ CSI കാൻഡിഡേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട സഭകളാണ് കേരളത്തിലുള്ള. അത് CSI സഭയുടെ നേതാവുമാണ്. അവിടുത്തെ CSI സഭയുടെ നേതാവാണ്. അല്ല സാധാരണ ഒരു CSI ജാതി കൊണ്ട് മാത്രമല്ല, ക്രിസ്തീയ മതത്തിൽപ്പെട്ട ഒരാളല്ല, അതിനപ്പുറം അത് സഭയുടെ നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട്, ആ നേതാവിന് കോൺഗ്രസ് സ്ഥാനം കൊടുത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ അതിനടുത്ത് കിടക്കുന്ന മണ്ഡലത്തിൽപ്പെട്ട CSIക്കാരെല്ലാം കൂടി കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്നൊരു ചിന്ത പള്ളികളിലും താഴേക്കും വന്നിട്ടുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്താൽ, ഇത് വേറൊരു പൊളിറ്റിക്സാണ്, ഇത് വർക്കൗട്ട് ചെയ്താൽ MR ബൈജു എന്ന് പറയുന്ന നാടാർ കാൻഡിഡേറ്റ് ചിലപ്പോൾ കുറേ അധികം വോട്ടുകൾ പിടിക്കാം. അത് IB സതീഷിന് കിട്ടേണ്ട വോട്ടുകളാണ് പിടിക്കുന്നതെങ്കിൽ, കാരണം IB സതീഷിൻ്റെ നാടാർ കമ്മ്യൂണിറ്റിയുടെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ലാസർ ജോസഫ് എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ പഞ്ചായത്ത് ദീർഘകാലം പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന ലാസർ ജോസഫൊക്കെ ഉണ്ട് അവിടെ. ഇവരാണ് ഇതാണ് നാടാർ കമ്മ്യൂണിറ്റിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ CPM ആയിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നാടാർ കമ്മ്യൂണിറ്റിക്കകത്തുള്ള വോട്ട് കുറേയധികം MR ബൈജുവിന് പോയാൽ, ഈ നരേന്ദ്രമോദിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കേരളത്തിൽ വന്നിട്ട് അവരുണ്ടാക്കിയൊരു ഹൈപ്പിൽ കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം, PK കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് കാട്ടാക്കട തന്നെ ഉണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ V മുരളീധരൻ 5000 വോട്ട് കൂടുതൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ BJP അവിടെ ഒരു അസ്പൃശ്യത്വം ഉള്ളതല്ല, ഒരു അയിത്തമുള്ള സ്ഥലമല്ല BJP. പിന്നെ കമ്മ്യൂണിറ്റി വൈസ് നോക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ആളുകളും CPM ബന്ധമുള്ളവരാണ്. IB സതീഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു MLA ആണ്. ന്യൂജൻ പിള്ളേർക്ക് വല്ല IB സതീഷിന് താല്പര്യമുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സ് അവിടെ വർക്കൗട്ട് ചെയ്താൽ, CSI കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ, അതിൽ കുറേ വോട്ട് CPMനും കുറേ വോട്ട് കോൺഗ്രസിനും പോയാൽ, പിന്നെ ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് കൃഷ്ണദാസിന് പിടിക്കാൻ പറ്റിയാൽ കൃഷ്ണദാസ് ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ് തിരുവനന്തപുരത്തെ ഒരു 4-5 മണ്ഡലങ്ങൾ. പിന്നെ ശക്തമായൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ഗോകുൽ രാജ്, നമ്മുടെ നെടുമങ്ങാട്. ജയിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ അദ്ദേഹം പിക്ചറിൽ വളരെ ശക്തനായി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് BJP ജയിക്കുമെന്നോ അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്നോ ഇനി 2ാം സ്ഥാനത്ത് വരുമെന്നോ ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഇതിൽ ഒന്നാണോ, നിയമം മാത്രമാണോ, നിയമവും കഴക്കൂട്ടവും ചേർന്ന് 2ആണോ, ശ്രീരേഖയും കൂടെ ചേർന്ന് 3ആണോ, കരമന ജയൻ ചേർന്ന് 4ആണോ, കൃഷ്ണദാസ് ചേർന്ന് 5ആണോ, ഗോകുൽ രാജ് ചേർന്ന് 6ആണോ, അതോ ഒന്നുമില്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് വിടുന്നു.